ഇന്ന് തമ്പിപ്പാപ്പൻ്റെ 70th ബർത്ത്ഡേ. ഈ മാസം ജാനുവരി 16 70ാം പിറന്നാള്. എന്നാൽ ഇന്ന് എല്ലാവർക്കും കൂടി ഒത്തുചേരാനുള്ള ഒരു സാഹചര്യമൊക്കെ വെച്ച് ഇന്ന് 25 ആഘോഷിക്കുകയാണ്. നമുക്കറിയാം 70 എന്ന് പറയുമ്പോൾ തന്നെ സപ്തതി ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഇന്ന് ആഘോഷങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം 60 ഷഷ്ടിപൂർത്തി, 70 സപ്തതി, 84 ശതാഭിഷേകം, 90 നവതി, അത് കഴിഞ്ഞ് ശതാബ്ദി. ശതാബ്ദി എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു മൈൽ സ്റ്റോൺ 70 എന്ന് പറയുമ്പോൾ തന്നെ ബിബ്ലിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 7 എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണതയുടെ കംപ്ലീറ്റ്നെസ് ആണ് കാണിക്കുന്നത്. ക്ഷമ 70 തവണ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അതൊരു കംപ്ലീറ്റ്നെസ് ആണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ദൈവം സമൃദ്ധിയായിട്ട് തമ്പിപ്പാപ്പനെയും ജൂലു ആൻ്റെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ തമ്പാപ്പൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ തമ്പാച്ചൻ എന്ന് വിളിക്കുന്നു. തമ്പാച്ചൻ്റെ മകളാണ്. എനിക്കൊരു സഹോദരനും ഉണ്ട്, രോഹൻ. സ്കോട്ട്ലൻഡിലാണ്, വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എല്ലാവർക്കും തമ്പിപ്പാപ്പനോടുള്ള സ്നേഹവും ആശംസകളും രോഹന്റെയും മറിയത്തിൻ്റെ ഇലാനെ ഇവിടെ ഫ്രാൻസുകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് നമ്മുടെയൊക്കെ ജീവിത യാത്രയ്ക്ക് നമുക്കൊരു തലക്കെട്ട് കൊടുക്കാം, ഒരു ടൈറ്റിൽ കൊടുക്കാം, ഒരു ശീർഷകം കൊടുക്കാം. പ്രശസ്തർ ഓഫ് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലം സാക്ഷി, അല്ലെങ്കിൽ ഈ ശ്രീധരന്റെ കർമ്മയോഗി, അല്ലെങ്കിൽ ഇപ്പോൾ രതൻ ടാറ്റയുടെ ലൈഫ്, ഒരുപാടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ ഉപ്പാപ്പൻ്റെ ജീവിത യാത്രയിൽ ഞാൻ കൊടുക്കുന്ന ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് വീൽസ് ഓഫ് റെസിലിയൻസ്. വീൽസ് ഓഫ് റെസിലിയൻസ്, എ ഗ്രെയിൻ ഓഫ് സാൻഡ് ഇൻ ദി അവർ ഗ്ലാസ് ഓഫ് ടൈം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, വീൽസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബസ്, മയിൽവാഹനം എന്ന് പറയുന്ന ബസ് വ്യവസായം, അത് തമ്പിപ്പാപ്പൻ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് തുടരുന്നു. നമ്മുടെ മൺമറഞ്ഞു പോയ, കാലത്തിൻ്റെ യവനികയിൽ മാറ്റപ്പെട്ടു പോയ പൂർവികര്, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അവര് കോഴഞ്ചേരിയിൽ നിന്ന് ഷൊർണൂറിലോട്ട് പ്രോമിസ്ഡ് ലാൻഡിലോട്ട് വന്നപ്പോൾ അവർ തുടങ്ങിയ ആ ബസ് വ്യവസായം ഇപ്പോഴും തമ്പിപ്പാപ്പൻ ആ ഒരു പാഷനേറ്റ് ആയിട്ട് ആത്മാർത്ഥതയോടുകൂടി അത് തുടരുന്നു. അതുകൊണ്ടാണ് വീൽസ് ഓഫ് റെസിലിയൻസ് എന്ന് ഞാൻ ഇട്ടത്. കാരണം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ജയങ്ങൾ, പരാജയങ്ങൾ, വീഴ്ചകൾ എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ അതിജീവനത്തോടുകൂടി തമ്പിപ്പാപ്പൻ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് എല്ലാത്തിലും ഒരു സംയമനം പാലിച്ചാണ് തമ്പിപ്പാപ്പൻ, ഒരു പുഞ്ചിരിയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും ഇടപെടുന്നതും. ജീവിതത്തിന്റെ പേഴ്സണൽ ചാലഞ്ചസും വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ചതൊക്കെ. ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ബ്രദറാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു എല്ലാ രീതിയിലും വർഷങ്ങളും ഇയേഴ്സും ഒക്കെ കറക്റ്റായിട്ടൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഓർത്തത് 1999 എൻ്റെ കല്യാണ സമയത്തെ വർഷമാണ്. കാരണം അനിയൊന്ന് ഷൊർണൂർ വന്ന സമയത്ത് ഈ മനോഹരമായിട്ടുള്ള നിലാ നദിയുടെ തീരമൊക്കെ കണ്ടപ്പോൾ അനുഞ്ഞ് ചോദിക്കുകയുണ്ടായി, ഈ നിലാ നദിയുടെ തീരത്ത് എന്താണ് വീട് വെക്കാത്തത്, വാട്ടർ ഫ്രണ്ട് ആയിട്ട്. അപ്പോൾ ആ സമയത്ത് അച്ഛനും എല്ലാവരും പറഞ്ഞതാണ്, ആ സമയത്ത് നമുക്കപ്പോൾ നിലാ നദിയുടെ തീരത്തിരിക്കുകയാണെങ്കിൽ ബസ് ഓടുന്ന കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് റോഡ് സൈഡിലൊക്കെ വീട് വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു ബസ് വ്യവസായം കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യം, ഒബ്സർവ് ചെയ്ത്, കുടുംബത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ്. ഇവര്, എൻ്റെ ഫാദറും രാജപാപ്പനുണ്ട്, മേരിക്കുട്ടി ആൻറ്റിയുണ്ട്, ഇവരെല്ലാവരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈബിളിൽ തന്നെ മോശ, അഹ്റോൻ, മിറിയാം, അതുപോലെ തന്നെ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ സഹോദരന്മാരെ പോലെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി, ഏറ്റവും സ്നേഹത്തോടുകൂടി ഉള്ള ആ ഒരു കുടുംബത്തിലെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു അത് വളരെയധികം എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പച്ചനും അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും ഒപ്പത്തിനൊപ്പം നിന്ന് പരസ്പരം സഹായിച്ചും സഹകരിച്ചും സപ്പോർട്ട് ചെയ്തിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു സഹോദര ജീവിതം. അതുപോലെ തന്നെ
ആണ് ഇവിടെയുള്ള ഡോക്ടർ ഫാമിലിയോടാണെങ്കിലും തമ്പാപ്പൻ കാണിക്കുന്ന ആ ഒരു സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ. പിന്നെ തമ്പിപ്പാപ്പന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ ഡീപ്ലി റൂട്ടഡ് ഇൻ സ്പിരിച്വാലിറ്റി. പള്ളിയോടാണെങ്കിലും സഭയോടാണെങ്കിലും ഒക്കെ കാണിക്കുന്ന ആ ഒരു പ്രതിബദ്ധത, പ്രാർത്ഥനാ ജീവിതത്തില് ജൂലു ആന്റി ആണെങ്കിലും വളരെയധികം പ്രാർത്ഥിക്കുകയും അവിടെയുള്ള സേവികാ സംഘ പരിപാടികൾക്കൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ റൂട്ടഡ് ഇൻ സ്പിരിച്വാലിറ്റി ആണ്. പിന്നെ അതുമല്ല, നല്ലൊരു സ്പോർട്സ് പേഴ്സൺ ആണ്. ഡെയിലി ബാഡ്മിന്റൺ കളിക്കുന്നു, ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട്. പിന്നെ നല്ലൊരു കലാഹൃദയമുള്ള ഒരു വ്യക്തിയാണ്, നന്നായിട്ട് പാട്ട് പാടും. തമ്പാപ്പൻ ഇന്ന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമായിരിക്കും അല്ലെ? നല്ല ഒരു ഗായകനാണ്. അത് മേരിക്കുട്ടി ആന്റിയും പാടും. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നല്ലൊരു ഗ്രാൻഡ് ഫാദർ, നല്ലൊരു ഫാദർ, എല്ലാ നല്ലൊരു ബ്രദർ, നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു സുഹൃത്ത്. അപ്പോ ഇതൊക്കെ ശരിക്കും വരും തലമുറയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു കഥയാകും ഫൈനലി. ഞാനൊരു ഈ സമയത്ത് ഒരു യഹൂദ പ്രോവർബ്, പഴഞ്ചൊല്ല് ഓർക്കുകയാണ്. അതായത് ദൈവത്തിന് കഥകൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ എല്ലാവരും ഫൈനലി ഒരു കഥയായി കാലത്തിന്റെ യവനികയ്ക്കപ്പുറം നമ്മൾ എല്ലാവരും മാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നല്ലൊരു കഥയായി തീരാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് എൻ്റെ ഉപ്പാപ്പൻ തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. അപ്പോ ഈ ഒരു 70 എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്ന ഇതൊരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ദൈവം ചെയ്ത എല്ലാ നന്മകൾ ഓർത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളും അത് എങ്ങനെ, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സംയമനത്തോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടി, തകരാതെ ഒക്കെ നേരിട്ടത് വലിയൊരു ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോ കഴിഞ്ഞ തവണയും ഞാൻ ഒരു കോട്ട് കേട്ടതാണ്. അതായത് സമാധാനം, പീസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റില്ലായിട്ടിരിക്കുമ്പോഴല്ല, ടെർബുലൻസിലും കെയോസ് ആൻഡ് കൺഫ്യൂഷനിലും നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവകൃപ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്ന ECGയിൽ നമ്മൾ ഡെഡ് ആണ്, അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ നേരിടുന്നവർ തന്നെയാണ് വിജയികളാവുന്നത്. അപ്പൊ തമ്പിപ്പാപ്പനും ഈ ഒരു അവസരത്തിൽ ഈ ദൈവത്തോട് നന്ദി കാണിക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഈ ഒരു അവസരത്തിൽ തുടർന്നും ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹവും കരുതലും സംരക്ഷണവും ഒക്കെ ലഭിക്കട്ടെ. ജൂലു ആന്റിയും ആയിട്ടുള്ള ആ ഒരു ബന്ധവും അതുപോലെ തന്നെ അതെല്ലാം തമ്പിപ്പാപ്പന്റെ ജീവിതത്തിൽ ഏറെ എന്താ പറയുക, ഏറ്റവും മികച്ചതാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ജേർണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ ആൻസർ പറയാം, ഇറ്റ് ഈസ് ദ കമ്പനി, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ. അപ്പൊ തമ്പിപ്പാപ്പന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ജൂലു ആന്റി തീർച്ചയായിട്ടും തമ്പിപ്പാപ്പന് എന്നും ഊർജവും ആനന്ദവും സപ്പോർട്ടും നൽകുന്ന ഒരു ഏറ്റവും ഉത്തമയായിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ്. അതുപോലെ തന്നെ തമ്പിപ്പാപ്പന്റെ ഒപ്പം നിൽക്കുന്ന മക്കളും കൊച്ചുമക്കളും എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സും എല്ലാം. അപ്പൊ ദൈവം തുടർന്നും തമ്പാപ്പന്റെ ആ ഒരു ജീവിത യാത്രയിൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.